നമസ്കാരം. ഈ ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നത് ഏകദേശം എത്ര സ്ക്വയർ ഫീറ്റ് തോന്നിക്കും? കൂടിപ്പോയൊരു 1000 1200 സ്ക്വയർ ഫീറ്റ് അല്ലേ തോന്നിക്കുക. പക്ഷേ ഈ ഒരു വീട് 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 1950 കറക്റ്റ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. 4 ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. സിറ്റ് ഔട്ട്, ലിവിങ്, ഡൈനിങ്, കിച്ചൺ, വർക്ക് ഏരിയ, കോമൺ ടോയ്ലറ്റ് എല്ലാം ഉൾപ്പെടെ 1950 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. വീട് നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് 15 സെൻറ്റ് പ്ലോട്ടാണ്. മൊത്തം സ്ഥലം കുറച്ചുണ്ട്. ചന്ദ്രശേഖരൻ ഗീത ദമ്പതികളുടെയാണ് ഈ വീട്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ വടക്കാഞ്ചേരിയിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു ട്രഡീഷണൽ സ്റ്റൈൽ വീടാണ്. ഒരു നിലയാണ് അവർ ചെയ്തിരിക്കുന്നത്. പുറമേ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു കുഞ്ഞു വീട് അല്ലേ? അതെ, പുറമേ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഒറ്റ നില ചെറിയ വീടായിട്ടേ തോന്നിക്കുള്ളൂ. പക്ഷേ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ 4 ബെഡ്റൂമും വളരെ വിശാലത തോന്നിക്കുന്ന വലിയ ബെഡ്റൂമുകളാണ് ചെയ്തിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 2023 ഈ വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിരിക്കുന്നത്. ഈ വീടിന് ചിലവായിരിക്കുന്നത് ടോട്ടൽ കോസ്റ്റ് വരുന്നത് 38 ലക്ഷം രൂപയാണ് ഈ വീടിന് ചിലവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണിക്കുന്നത്. വിശാലമായ മുറ്റാണ്, അതിൽ ഇൻ്റർലോക്കൊക്കെ വിരിച്ച് നല്ല അതിമനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയൊരു സിറ്റ് ഔട്ട്. ആ സിറ്റ് ഔട്ടിൽ തന്നെ ഒരു 3 പാളി ജനല നല്ല ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. തേക്കിലാണ് കംപ്ലീറ്റ് മരങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറാണ് ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് പോളിഷ് ചെയ്തിട്ടുള്ള, മാറ്റ് പോളിഷ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി 2 പാളി ഡോറ് ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിറ്റ് ഔട്ടിൻ്റെ 2 സൈഡിലായിട്ട് ഇരിക്കാനുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു പിങ്ക് കളറിലുള്ള നമ്മൾ പുറമെ കണ്ടിട്ടുള്ള ഒരു ഓടാണ്. ഇതിൻ്റെ കളറാണ് വീടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ചുമരിൻ്റെ മുകളിലൊക്കെ നല്ല രീതിയിൽ ടെക്സ്ചറല്ല തേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിൽ ഗ്രൂ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നകത്ത് കയറാം. ഓക്കെ. അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുന്ന തന്നെ ഒരു ഫോർമൽ ലിവിങ് ആണ്. ഈ ലിവിങ്ങിൽ ഒരു കോർണറിൽ ഒരു അടിപൊളി ഒരു സെറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു പൂജ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലൈവുഡ് വിത്ത് മൈക്ക ലാമിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു പത്മനാഭി സ്വാമിയുടെ ഒരു ഫോട്ടോ ഫ്രെയിമും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോർമൽ ലിവിങ്ങിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സീലിങ്ങിൽ കൊടുത്തിട്ടുള്ള ഒരു ജിപ്സം വർക്കും വിത്ത് വാം ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫോർമൽ ലിവിങ് എന്ന് പറയുന്നത് 390 ഒരു സ്ക്വയർ ആയിട്ടുള്ളൊരു ഫോർമൽ ലിവിങ് ആണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്റിമീറ്റർ അളവാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ നമുക്ക് ഡൈനിങ്ങിൻ്റെ സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് പാർട്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലൈ വിത്ത് മൈക്കയിൽ വിത്ത് CNC കട്ടിങ്ങിലാണ് ഇവിടെ ഒരു ഫ്രെയിം അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത് 720-348 സെൻറ്റിമീറ്റർ അളവിൽ. അപ്പോൾ ഇതിൽ ഈ ഒരു ഭാഗത്താണ് അവിടെ ഫാമിലി ലിവിങ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഫാമിലി ലിവിങ്ങിലാണ് TV യൂണിറ്റൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ TV യൂണിറ്റിൻ്റെ തന്നെ ഇടതുവശത്തായിട്ടാണ് വാഷ് ബേസിൻ യൂണിറ്റ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ വാഷ് ബേസിൻ്റെ 2 സൈഡിലായിട്ട് ബെഡ്റൂം. അതെ, ആ വാഷ് ബേസിൻ്റെ 2 സൈഡിലായിട്ട് ബെഡ്റൂമും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് ഹാളിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ല വിശാലത തോന്നിക്കുന്ന വലിയൊരു ഡൈനിങ് ഹാളാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഡൈനിങ് ടേബിൾ ഇട്ടിട്ടുണ്ട്. ശരിക്കൊരു 6 സീറ്റാണ് ഇവിടെ ചെയറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു 8 ആൾക്ക് സുഖമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഇതിന് വലിയ ഡൈനിങ് ടേബിൾ ഇവിടെ ഇടാം. അതിനും വലിയ ഡൈനിങ് ടേബിൾ ഇവിടെ ഒരു 10 സീറ്റിൻ്റെ ഡൈനിങ് ടേബിൾ ഇടാം. അത്രയും വിശാലത തോന്നിക്കുന്നുണ്ട്. ഈ ബെഡ്റൂം കയറിയാലോ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം 4 ബെഡ്റൂമാണ് ഈ വീട്ടിൽ വരുന്നത്. 4ലും അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ കൊടുത്തിട്ടുണ്ട്. ഏറെക്കുറെയൊക്കെ ബെഡ്റൂമിൻ്റെ അളവുകൾ വരുന്നത് സൈസ് വരുന്നത് ഒരു 12-14 സൈസ് വരുന്ന ബെഡ്റൂമുകളാണ് 4 ബെഡ്റൂം ഏകദേശം സൈസ് വരുന്നത് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് 354-402 സെൻറ്റിമീറ്റർ അളവാണ്. 2 വിൻഡോസ്, സിംഗിൾ വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് കബോർഡ്, വാർഡ്രോബ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഡ്രസ്സിങ് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വലിയ ബെഡ്റൂമാണ്, ചെറിയ ബെഡ്റൂമല്ല. അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം. ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം പറയുമ്പോൾ 210-162 സെൻറ്റിമീറ്റർ അളവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ബെഡ്റൂം കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടി പറയാൻ മറന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക മറക്കരുത്. അവിടെ ഒരു ബെഡ്റൂം. ഇനി ഡൈനിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും കിച്ചൻ്റെ അടുത്തായിട്ട് വേറൊരു ബെഡ്റൂം വരുന്നുണ്ട്. അതും ഏകദേശം ഒരു 348-384 സെൻറ്റിമീറ്റർ വരുന്നൊരു ബെഡ്റൂമാണ്. ഏകദേശം ഒരു 12 സൈസ് വരുന്നൊരു ബെഡ്റൂം. ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂം അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഫർണിച്ചർ കാര്യങ്ങളൊന്നും അറേഞ്ച് അല്ല, അതിനുള്ള മെമ്പേഴ്സ് ഇല്ല. അപ്പോൾ അത് കാരണം ബെഡ്റൂം എടുത്തിട്ടു എന്നുള്ളൂ. അപ്പോൾ ഇവിടെ താമസം ഈ ഒരു റൂമിലൊന്നും കാര്യങ്ങളായിട്ടില്ല. ഓക്കെ.
ഈ ബെഡ്റൂമിൻ്റെ ഡോർ കാണിച്ചു കൊടുത്താൽ ഇതൊക്കെ തേക്കിൽ ചെയ്തിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഡോറുകളാണ് ചെയ്തിരിക്കുന്നത്. ഇത് തേക്ക് ഡിസൈനിങ് ആണോ ഡോർ തേക്കോ? നല്ല അടിപൊളി പോളിഷ് ചെയ്തിട്ടുള്ള ഡോറുകളാണ്. തേക്ക് പോളിഷിങ് അതോ ഡോർ തേക്കല്ല? ഒറിജിനൽ തേക്ക്.